ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഗീവറിസച്ച് ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതായ ഒരു സിനിമയും അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള വിവാദങ്ങളും ഒക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ചരിത്രം പരമായ സംഭവം സിനിമയാക്കുമ്പോൾ ആ ചരിത്രത്തോട് ഒരു നീതി പുലർത്തുക എന്നുള്ളത് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നവർക്കും അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നവർക്കും അതിൽ അഭിനയിക്കുന്നവർക്കും അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നവർക്കും ഒക്കെ ഉത്തരവാദിത്വമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, കഥാകൃത്തിൻ്റെ സൗകര്യമാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ സമകാലീനമായി നടന്നിട്ടുള്ള ഒരു സംഭവവാസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ആധാരമാക്കിക്കൊണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ കുറച്ചൊക്കെ നീതി പുലർത്താം. ഏതെങ്കിലും ഒരു സമുദായത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അതതിനകത്ത് എഴുതി കാണിക്കാം, ഞങ്ങൾ ഇന്ന സമുദായത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമാണെന്ന്. അല്ലാതെ വരുമ്പോഴാണ് വിവാദങ്ങളുണ്ടാകുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റൊരുത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് തീരണം. അതെല്ലാ സ്വാതന്ത്ര്യം അങ്ങനെ തന്നെയാണ്. എൻ്റെ മൂക്കെ തൊടാനുള്ള സ്വാതന്ത്ര്യം മറ്റൊരാൾക്കില്ല. എൻ്റെ മൂക്കിൻ്റെ തുമ്പ് വരെയുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ഈ മൂക്കിൻ്റെ തുമ്പത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് എൻ്റെ അധികാരത്തിലേക്ക് കൈകടത്തുന്നതിന് തുല്യമായി. ഇപ്പോൾ ഇവിടെ സംഭവിച്ചതും അങ്ങനെ തന്നെയാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഇന്ന് കേരളത്തിലെ പല സംഘടനകളും മറന്നു പോകുന്നൊരു ചരിത്രമുണ്ട്. ജോസഫ് മാഷിൻ്റെ കൈവെട്ടപ്പെട്ട ചരിത്രം. ഒരു ഇസ്ലാമിക എഴുത്തുകാരൻ എഴുതിയ ഒരു പുസ്തകത്തെ ആധാരമാക്കി തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫ് സാറ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു എന്നൊറ്റ കാരണത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യവാദികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവിടെ തീർന്നു. ആ മനുഷ്യൻ്റെ കൈയും കാലും വെട്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബം ശിഥിലമായി. അതിനൊരു പരിധിവരെയും കത്തോലിക്ക സഭയ്ക്ക് 100% പങ്കുണ്ട്. കാരണം ആ മനുഷ്യൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. അദ്ദേഹം ചെയ്ത തെറ്റല്ലത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് വേട്ടക്കാരന് വേണ്ടി ഇരയെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരനുഭവമാണ് അവിടെ കണ്ടത്. അതിനുശേഷം ഇന്ന് വരെ കേരളത്തിലെ ഒരു ക്രിസ്തീയ സഭയ്ക്കും ദൈവം നീതി കൊടുത്തില്ല. അത് സത്യമാണ്. ഇനി ഞാൻ പറഞ്ഞു വന്നത് ഇതല്ല. പൃഥ്വിരാജ സുകുമാരൻ എന്ന് പറയുന്ന പഴയകാല നടൻ്റെ മകനായിരിക്കുന്ന സുകുമാരൻ്റെ മകനായിരിക്കുന്ന പൃഥ്വിരാജ്, അദ്ദേഹം എല്ലാ കാലത്തും ക്രിസ്ത്യൻ വിരുദ്ധമായ സിനിമകളിൽ അഭിനയിക്കുകയോ ആ സിനിമകൾ സംവിധാനം ചെയ്യുകയോ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കുകയോ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റേതായിട്ട് ആദ്യം ഇറങ്ങിയ സിനിമ സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് മുഴുവൻ ക്രിസ്ത്യൻ വിരുദ്ധമായിട്ടുള്ള വാക്യങ്ങളും കാര്യങ്ങളും കാണിക്കുന്നു. അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടൊന്ന് ഒരു അസുരത്വം കണ്ടു പറയുന്നൊരു സിനിമ ഇറങ്ങി. അതിനകത്ത് അയാളല്ല നായകൻ, അയാളുടെ മകനായിട്ട് വരുന്ന മറ്റൊരു നടനാണ്. അത് നടക്കുന്ന എന്താ, സെമിനാരിയും അതുപോലെ വൈദികരെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ അതിനകത്ത് ചിത്രീകരിച്ചുകൊണ്ട് പോരാത്തനെ ഒന്നും അല്ലാത്ത വിധത്തിലൊരു യഹൂദനെ കൂടെ അതിനകത്തേക്ക് വില്ലനാക്കിക്കൊണ്ടിരുന്നു. അതിനകത്ത് എന്താ പറയുന്നത്, ഈ വിജയരാഘവൻ എന്ന് പറയുന്ന വ്യക്തി അഭിനയിച്ച കഥാപാത്രത്തെ അവിടെ വരുമ്പോൾ യഹൂദനായിട്ടാണ് കാണിക്കുന്നത്. ആദ്യത്തെ സിനിമയ്ക്കകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ പിന്നീട് വരുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർഡായ മനുഷ്യൻ യഹൂദ വംശത്തിൽപ്പെട്ട ഒരാളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രമാത്രം കൃത്യമായിട്ടൊരു അജണ്ട വെച്ചിട്ടാണ് ആ സിനിമയൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ പൃഥ്വിരാജ സുകുമാരൻ്റെ സിനിമകളെല്ലാം ക്രിസ്ത്യൻ വിരുദ്ധമാണ്. അയാളുടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യങ്ങൾ തൊട്ട് പറഞ്ഞിരിക്കുന്ന ആ വചനത്തെ പോലും പിശാചിന് വേണ്ടി മാറ്റി എഴുതിയവനാണ്. മോഹൻലാൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവാചക പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്ക് പോലുമില്ല. അപ്പം ഇത് കൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കെന്നല്ല, ലോകത്തെ ഒരു ക്രിസ്ത്യാനിക്കും അവൻ്റെ വിശ്വാസം നശിച്ചു പോകുന്നില്ല. അവൻ്റെ വിശ്വാസം ഉറപ്പുള്ളതാണ്, അവൻ്റെ വിശ്വാസം ദൃഢമാണ്, അവൻ്റെ വിശ്വാസം സത്യമുള്ളതാണ്. പക്ഷേ പ്രതിഷേധിക്കുക, ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയല്ല, ഞങ്ങളുടെ വിശ്വാസം വികരമായി ചിത്രീകരിക്കരുത്, അല്ലെങ്കിൽ കാണിക്കരുത്, അത് തെറ്റാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് സഭകൾക്കുണ്ട്. അത് സഭകൾ ചെയ്യേണ്ട കാര്യമാണ്. സഭകളെന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹമാണെങ്കിലും അതിന് നേതൃത്വം കൊടുക്കുന്ന കുറേ ആളുകളുണ്ട്. അവരാണ് അതിനെക്കുറിച്ച് പറയേണ്ടതെന്നല്ല, അവർ പറഞ്ഞിരിക്കണം. പക്ഷെ അവരത് പറയാതെ വരുന്നത് ദുഃഖകരമായ കാര്യമാണ്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. ഈ സിനിമ എന്ത് നീതിയാണ് ചരിത്രത്തോട് പുലർത്തിയിരിക്കുന്നത്? ഒരു നീതിയും പുലർത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ
ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് കേരളത്തിലിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾക്കും അറിയത്തില്ല, പോയിട്ടില്ല, കണ്ടിട്ടില്ല. കേരളത്തിൻ്റെ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നു പോകാത്ത അനേക ലക്ഷക്കണക്കിന് ആളുകളുള്ള കേരളത്തിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ, അതും ഇടത് വലത് രണ്ട് ധ്രുവങ്ങളിലായുള്ള രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ അയ്യോ അത് നേരാണല്ലോ എന്ന് നിലവിളിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. എന്നാൽ ഗുജറാത്തിലെ ഖേഡ ജില്ലയിൽ നടിയ എന്ന് പറയുന്ന സ്ഥലത്തും ആനന്ദിലുമായിട്ട് 1995 മുതൽ 2002 ജനുവരി മാസം വരെ ജീവിച്ച ആളാണ് ഞാൻ. അവിടുത്തെ ഭൂകമ്പവും മറ്റെല്ലാ കാര്യങ്ങളും കണ്ടും മനസ്സിലാക്കി പോയ അവിടുന്ന് അധികം കുറച്ച് ദൂരമാണ് എങ്കിൽ പോലും കേരളത്തിൽ നിന്ന് ഗുജറാത്തിൽ പോകുന്ന ദൂരം ഇല്ലല്ലോ. ഗോദ്ര എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു മുസ്ലിം ബെൽറ്റാണ്. മുസ്ലിം ബെൽറ്റ് എന്ന് പറയാണ്ട് ചെറിയൊരു ടൗണാണ്. ആ ടൗണിൽ എപ്പോഴും പണ്ട് കാലം മുതലേ അവിടെ ഒരു വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുള്ള ഒരു സ്ഥലമാണ്. ഗുജറാത്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, അവർ ജനിച്ച് വീഴുന്ന തന്നെ ഒരു കച്ചവടക്കാരനോ എന്തെങ്കിലും ഒരു വ്യവസായമോ ആയിത്തീരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ച് വീഴുന്നത് ഏതെങ്കിലും സ്ഥാപനത്തിലെ ജോലിക്കാരനാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഗുജറാത്തിൽ അങ്ങനെയല്ല. അവർക്ക് കച്ചവടം അവരുടെ രക്തത്തിൽ അലിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിഭയങ്കരമായ വർഗീയ കലാപങ്ങളെയോ അല്ലെങ്കിൽ ബന്ധുകളെയോ ഹർത്താലുകളെയോ ഒന്നും അവർ അംഗീകരിക്കില്ല. കാരണം അവരുടെ വ്യാപാരത്തെ വ്യവസായത്തെയൊക്കെ ബാധിക്കുന്നതാണ്. ഗുജറാത്തിൽ ഏകദേശം ഒരു 11-10% മുസ്ലിങ്ങളും ഉണ്ട്. അവിടെ പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടുത്തെ സകല ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെയും പിന്നിൽ ഈ മുസ്ലിങ്ങളാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഗുജറാത്തികളുടെ ഒരു വികാരമാണ് ക്രിക്കറ്റ് കളി. അവർക്ക് ഫുട്ബോളിനോടോ ഒന്നും അവർക്ക് വലിയ താല്പര്യമുള്ളവരല്ല, പക്ഷേ ക്രിക്കറ്റ് കളി അവരുടെ ഒരു വികാരമാണ്. ഈ വികാരപരമായ വിധത്തിൽ ഇന്ത്യ എന്നുള്ള രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ താരങ്ങൾ ഏകദിന ക്രിക്കറ്റുകളിലൊക്കെ വിജയം വരിക്കുമ്പോൾ അവിടെയുള്ള ഗലികളെന്ന് പറഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് സംവിധാനമാണ്. ഹിന്ദുക്കളൊരു വശത്ത്, ക്രിസ്ത്യാനോ ഒരു വശത്ത്, മുസ്ലിങ്ങളൊരു വശത്ത് കേട്ട അങ്ങനെ താമസിക്കുന്ന സെപ്പറേറ്റ് സംവിധാനങ്ങളുണ്ട്. അഹമ്മദാബാദിൽ ലാൽ ദർവാജ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൂടുതലും മുസ്ലിംസാണ്. അവിടേക്കൊന്നും മറ്റൊരാൾക്ക് കയറി ചെല്ലാൻ പോലും ഞാൻ അവിടെയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്ത് ആ ഒരു ആവശ്യത്തിനൊക്കെ പോകുമ്പം അവർ സമ്മതിക്കത്തില്ലായിരുന്നു ചില പ്രദേശത്തേക്ക് കയറി ചെല്ലാൻ. അപ്പോൾ അത്രമാത്രം ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ മുഴുകി നിന്നിട്ടുള്ള, അതിനകത്ത് എല്ലാവരും ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൊട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. വേറെ കാര്യം ഞാൻ പറയാം, ഈ ഇന്ത്യയിലെ ഏറ്റവും നല്ല എന്താ പറയുക മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് ഗുജറാത്തിനെ എല്ലാവരും വിലയിരുത്തുന്നത്. അത് മഹാത്മാഗാന്ധിയുടെ ജന്മദേശമായതുകൊണ്ട് അവിടെ മദ്യനിരോധനമൊക്കെ കൊണ്ടുവന്നു, കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നു. ഈ കോൺഗ്രസ് സർക്കാർ തന്നെയാണ് ഗോവധ അവിടെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും കോൺഗ്രസ് സർക്കാർ ഓരോ കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ മാഫിയ സംഘം എന്ന് പറയുന്നത് ഈ മദ്യം കടത്തുന്നവരാണ്. ഈ കേരളത്തിൽ കിട്ടാത്ത ബ്രാൻഡ് പോലും ഒരു കാലത്ത് അവിടെ കിട്ടിയിട്ടുണ്ട്. മലയാളികളൊക്കെ അതിൻ്റെ ഒരു പങ്ക് പറ്റുന്ന പറഞ്ഞാൽ വാങ്ങിക്കുക കുടിക്കുക ചെയ്യുന്ന ആളുകളാണ് നല്ലൊരു ശതമാനം അവിടെ ഉള്ളവർ. രഹസ്യമായിട്ട് പരസ്യമായിട്ട് ഒന്നുമല്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെയുള്ള മലയാളികളുടെ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോഴത്തേനും നടറ അടിച്ചിട്ടിരിക്കുക, ഇത് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കാൻ ഞാൻ ഉപയോഗിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഇത് എവിടുന്ന് കിട്ടും? ഏത് കേരളത്തിൽ കിട്ടാത്ത ബ്രാൻഡ് വരെ ഇവിടെ കിട്ടൂടാ വെച്ചേ എന്ന് പറഞ്ഞ അഭിമാനം കൊണ്ട മലയാളികളും അവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയാം വ്യക്തിപരമായിട്ട്, അവർ പല ആളുകളെ അറിയാം. ചില ആളുകളൊന്നും ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അപ്പോൾ ഈ വിധത്തിൽ അതൊരു ഇല്ലീഗലായിട്ട് മദ്യം കടത്തുകയും അവിടെ മദ്യക്കച്ചവടം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അവിടുത്തെ എല്ലാ സംവിധാനങ്ങൾക്കും അറിയാം എവിടെയൊക്കെ മദ്യം വിൽക്കുന്നുണ്ട്, കിട്ടുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ എല്ലപ്പോഴും ഒക്കെ ഒന്ന് പിടിക്കും, രണ്ടടി കൊടുക്കും, വിഷയം തീർക്കും, കാശ് കിട്ടാതെ വരുമ്പോൾ ആ ഒരു രീതിയിലൊക്കെ അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ഗുജറാത്തിൽ ഒരു പരിധി വരെ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് അവർ ജീവിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൈസ ബേസ്ഡാണ്. കച്ചവടം കാശ്, അത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ അവർ ചേർത്ത് നിർത്തുള്ളൂ. എന്നും കരുതി അപ്പനും അമ്മയും സഹോദരങ്ങളുമായിട്ട് അകലിച്ചോ നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെ കൂനമ്പാലയ്ക്ക പോലെ പരസ്പരം തിരിഞ്ഞിരിക്കുന്ന രീതിയൊന്നും അവർക്കില്ല. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരുപാട് സമ്പന്നന്മാരും തീരെ ഒന്നുമില്ലാത്തവരുമായിട്ട് ഉണ്ട്. കേരളത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഗുജറാത്ത് അങ്ങനെയല്ല. ഗുജറാത്തിൽ വൻ സമ്പന്നന്മാർ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സമ്പത്തുള്ളവരും ഒന്നുമില്ലാത്തവരുമുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഗുജറാത്തിനെ കുറിച്ച് കണ്ടിട്ടുള്ളൂ. പിന്നെ ഗുജറാത്ത് എന്ന് പറയുന്ന ദേശത്ത് മുസ്ലിങ്ങൾ
പാകിസ്ഥാൻ ജയിക്കുമ്പോൾ ക്രിക്കറ്റ് കളിയിൽ അവർ ലഡു വിതരണം ചെയ്യും, പടക്കം പൊട്ടിക്കും. ഇന്ത്യ തോറ്റാൽ അവർ കറുത്ത കൊടി പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ നടന്നിട്ടും അവിടുത്തെ ഹിന്ദുക്കൾ അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചവരാണ്. പിന്നെ ഗുജറാത്തിൽ നല്ല ഒന്നാന്തരമായിട്ട് പോത്തിറച്ചി കിട്ടുന്ന ആനന്ദിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഞാൻ ആ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അവിടുന്ന് വാങ്ങിച്ചു കൊണ്ട് പക്ഷേ ബീഫ് മേടിക്കുന്നത് പറഞ്ഞാൽ അവിടുത്തുകാർക്ക് ഒരു പുച്ഛമായതുകൊണ്ട് രഹസ്യമായിട്ടല്ല, മേടിച്ച് വളരെ ഭംഗിയായിട്ട് പൊതിഞ്ഞൊക്കെ കൊണ്ടുപോയി കറി വെക്കുന്നതും കഴിക്കാൻ ആര് ചിലരൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ട് എന്നത് മാത്രം. രഹസ്യമായിട്ടൊക്കെ അവയൊന്ന് വെച്ച് തന്നാൽ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഗുജറാത്തികളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പം ഈ ഗുജറാത്ത് അടക്കമുള്ള പല സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് താമസിക്കുന്നതും അവിടെ റെയിൽവേയിൽ കച്ചവടം ചെയ്യുന്നതും ഒക്കെ കൂടുതലും മുസ്ലിംസാണ്. ലീഗലിയും ഇല്ലീഗലി ആയിട്ടുള്ള ഫുഡായിരുന്നാലും മറ്റ് ഐറ്റംസൊക്കെ ആയിരുന്നാലും ലീഗലി ആയിട്ടാണ് ഇല്ലീഗലായിട്ടൊക്കെ മുസ്ലിംസാണ്. ഗോദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ആ റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് താമസിക്കുന്നവർ ബഹുഭൂരിപക്ഷവും മുസ്ലിംസാണ്. ഗോദ്രയിൽ ആദ്യമായിട്ട് ഉണ്ടായതല്ല വർഗീയ കലാപം. ഈ ഗോദ്രയിലെ തീവയ്പ്പ്, ആ ട്രെയിൻ സംഭവം, ഈ ട്രെയിന് തീവച്ചു എന്ന് പറയുന്ന സംഭവം ആദ്യത്തെ സംഭവമല്ല. ഗുജറാത്തിലൊരു അറിയപ്പെടുന്ന ഒരു വർഗീയ കലാപം ആദ്യമുണ്ടായത് 1928 ഒരു ഹിന്ദു പ്രതിനിധി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഷായെ കൊന്നതിൻ്റെ പേരിലാണ്. അന്ന് ഗോദ്ര കലാപം പൊട്ടിപ്പുറപ്പെട്ടൊരു സ്ഥലമാണ് 1928. അതിന് ശേഷം 1946 മുസ്ലിങ്ങൾ അവിടുത്തെ മുസ്ലിങ്ങൾ പാഴ്സ്യൽക്കെതിരെ ഒരു കലാപം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ 1948 ഈ പറഞ്ഞ പോലെ വലിയ ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്കെതിരെയും സിഖുകാർക്കെതിരെയും ഒക്കെ ഉണ്ടായി. അതുപോലെ ട്രെയിന് 48 എന്ന് പറയുന്ന വിഭജന കാലത്ത് ട്രെയിനിൻ്റെ നേരെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1965, 1980, 1990, 92 ഈ കാലങ്ങളിലൊക്കെ 1992 നടന്നതെന്ന് വെച്ചാൽ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഹിന്ദുക്കളുടെ വീടുകൾ ഒക്കെ അവർ തീവച്ച് കളഞ്ഞു. അങ്ങനെയുള്ള സംഭവവാസങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാകും, 2002 ശ്രീമാൻ നരേന്ദ്രമോദിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കലാപം. അദ്ദേഹം എനിക്ക് തോന്നുന്നു 2002 ഫെബ്രുവരി 20 ശേഷം എങ്ങാണ്ടാണ് അവിടെ MLA ആയിട്ട് മുഖ്യമന്ത്രിയായെങ്കിൽ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന് തൊട്ട് പുറകെ നടക്കുന്ന കലാപമാണിത്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇന്നത്തെ കൂട്ടുള്ള അതിശക്തനായ ഒരു വ്യക്തി ആയിരുന്നില്ല ഈ പറഞ്ഞ നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ പങ്ക് ആരോപിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഗുജറാത്തിലെ ഏറ്റവും ശക്തവും പ്രബലമായ വിഭാഗം പട്ടേലുമാരാണ്. കേശുഭായ് പട്ടേൽ ശങ്കർ സിംഗ് വഘേലയും തമ്മിലുള്ള തർക്കത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഗുജറാത്തിലെ BJPയിൽ ഇൻറ്റേർണൽ പൊളിറ്റിക്സും അതുപോലെ ആഭ്യന്തര കലാപം ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു സമവായത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നയാളാണ് ഈ നരേന്ദ്രമോദി. അപ്പോൾ പട്ടേൽ വിഭാഗത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ എണ്ണ വ്യാപാരികളാണ്. എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുന്നത്, കടലയെണ്ണ, നമ്മൾ ഇടബിളായിട്ടുള്ള ഓയിലുണ്ടല്ലോ, അതാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അവരാണ് അവരുടെ ഒരു വക്താവും കൂടിയാണ് കേശുഭായ് പട്ടേൽ. അപ്പോൾ പട്ടേലുമാരാണ് ഈ ഒരു ഭാഗം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരാളെ മാറ്റിയിട്ട് ശങ്കർ സിംഗ് വഘേലെ പോലെ പട്ടേലിനേക്കാൾ കുറച്ചുകൂടെ ശക്തനായിട്ട് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ അവിടെ ഒരു ജാതി രാഷ്ട്രീയം ഉള്ളൊരു സ്ഥലം തന്നെയാണ്, അല്ലെന്നൊന്നും പറയുന്നില്ല. ഇവരുടെ ഇടയ്ക്ക് OBC-കാരനായിരുന്ന മോദിജി ഇങ്ങോട്ട് വന്നേച്ച് ഉടനെ അവിടെ കലാപം നടത്തുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൺട്രോളൊന്നും ആയിരുന്നില്ല. ഒരു പക്ഷേങ്കിൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് മോദിജി അങ്ങോട്ട് വന്നു 6 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ കലാപമുണ്ട്. സത്യത്തിൽ അദ്ദേഹം പതറിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ആ പതറിപ്പോയിരിക്കുന്ന അവസരത്തിൽ 1-2 ദിവസത്തേക്ക് കലാപം തുടർച്ചയായിട്ട് നടക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നൊരു പെട്ടെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നത്. കാരണം അവിടുത്തെ ജനങ്ങളിൽ പോലീസിൽ പോലും സ്പ്ലിറ്റ് ഉണ്ടായി. ഈ ഗോദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് സബർമതി എക്സ്പ്രസ് ഓടിക്കൊണ്ടിരുന്ന സബർമതി എക്സ്പ്രസ് 2002 ഫെബ്രുവരി 27 രാവിലെ 8:30 ചെങ്ങല വലിച്ചു നിർത്തി അവിടെ അതിനകത്തുണ്ടായ തർക്കത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടോ എന്തായിരുന്നാലും അതിനകത്തെ പെട്രോളും മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കുക തന്നെയാണ് ചെയ്തത്.
ഏകദേശം 59 പേര്, 58 പേര് സ്പോട്ടിലും ഒരാളല്ലാതെയുമായിട്ട് 59 പേര്. അതിനകത്ത് 20 കുട്ടികളുണ്ട്, 15 സ്ത്രീകളുണ്ട്, ബാക്കി പുരുഷന്മാരുമായിട്ട് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഈ കൊല്ലപ്പെട്ടവരെ ആ സമയത്ത് ഗുജറാത്ത് സ്തംഭിച്ചു പോയി. ഒരു മനുഷ്യന് പോലും എന്ത് പ്രതികരിക്കണമെന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയിലായിപ്പോയി. പക്ഷേ ഇത് വർഗീയ കലാപമായിട്ട് പിന്നീട് അത് പൊട്ടിപ്പുറപ്പെടുന്നത് ഈ മരിച്ചുപോയ മൃതശരീരങ്ങളും വഹിച്ചുകൊണ്ട് വാഹനത്തിൽ അവരവരുടെ ദേശങ്ങളിലേക്ക് ഈ അവർ ശരീരവുമായിട്ട് പോകുന്ന ഒരു സമയത്താണ്. അത് കണ്ട അവിടുത്തെ ഹിന്ദുക്കൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അവർ റിയാക്ട് ചെയ്തു. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് അതുവരെ അടക്കി വച്ചിരുന്ന അവരുടെ എല്ലാ സങ്കടങ്ങളും, കാരണം അവിടെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എപ്പോഴും ഈ മുസ്ലിം സമുദായം എന്തെങ്കിലും ചൊറിഞ്ഞ് തല്ല് മേടിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ പരിപാടി അവിടെ നടത്തുന്ന ഒരു കൂട്ടരായിരുന്നു. എനിക്കറിയാം, എന്നാൽ നല്ല മുസ്ലിംസ് അവിടെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ നല്ല രീതി കാര്യങ്ങൾ ചെയ്യുന്ന ഉണ്ട്. അവരെ ആരെയും ഇവർ കൊന്നിട്ടുമില്ല. പല ആളുകളെക്കുറിച്ച് പിന്നെ ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ആ കാലത്ത് ലാൻഡ് ഫോണല്ലോ അവിടുത്തെ പരിചയക്കാരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, മുസ്ലിംസ്. ആരും ഒന്നും ചെയ്തില്ല. പക്ഷേ അക്രമണികളായി പ്രവർത്തിച്ചിട്ടുള്ളവരെ പലപ്പോഴായി തല്ലുകൊണ്ടിട്ടുള്ള ഹിന്ദുക്കൾക്ക് അറിയാമല്ലോ, അവർ റിയാക്ട് ചെയ്തു. പക്ഷേ നിങ്ങളൊരു കാര്യം, 2000-ഓളം പേര് ആ വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടു എങ്കിൽ ആ വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടതിൽ 350-ലധികം പേരും ആരാണ്? ഹിന്ദുക്കൾ തന്നെയാണ്. പോലീസ് വെടിവെപ്പിലും അല്ലാണ്ടും ഒക്കെ ആയിട്ടുണ്ട്. 1980-കളിൽ ഖലിസ്ഥാൻ തീവ്രവാദികളെ അടിച്ചൊതുക്കി KPS ഗില്ലിനെയാണ് നരേന്ദ്രമോദി അവിടെയോട്ട് ഈ വിഷയം അടിച്ചൊതുക്കാൻ വേണ്ടി പെട്ടെന്ന് വിളിച്ചു വരുത്തി വെക്കുന്നത്. അതിനുശേഷം ഒരു മുസ്ലിമായിട്ടുള്ള, അതായത് സിനിമാ നടനായ നസ്രുദ്ദീൻ ഷായുടെ സഹോദരനായിട്ടുള്ള ഒരു മുസ്ലിമായിട്ടുള്ള ഒരു ഇന്ത്യൻ പട്ടാളത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുടെ നേതൃത്വത്തിലാണ് അവിടുത്തെ കലാപം അടിച്ചൊതുക്കുവാൻ വേണ്ടി വാജ്പേയി സർക്കാർ അങ്ങോട്ട് വിടുന്നതും അടിച്ചൊതുക്കി ആ കലാപത്തെ ഇല്ലായ്മ ചെയ്യുന്നു. അതിനുശേഷം ഗുജറാത്തിൽ പിന്നെ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഗുജറാത്തിൽ മാത്രമല്ല വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ വർഗീയ കലാപങ്ങൾ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ വെടിയേറ്റുള്ള മരണത്തിൽ നിരപരാധികളായ 3000-ഓളം സിഖുകാരെ കോൺഗ്രസ് കൊന്നു തള്ളിയില്ലേ? അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞത് എന്താണ്? അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞത് വലിയ മരം വീഴുമ്പോൾ അതിൻ്റെ കീഴെ നിൽക്കുന്ന ചെറിയ മരങ്ങൾക്കൊക്കെ ചിലപ്പം അപകടം സംഭവിച്ചേക്കാം. വളരെ നിസ്സാരമായിട്ട് 75-ലെ അടിയന്തരാവസ്ഥ കാലത്ത് എത്രയോ പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രക്തക്കറ പുരണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. നമ്മൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയും, ഏറ്റവും കൂടുതൽ രക്തക്കറ പുരണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് കോൺഗ്രസ്സിന് തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇങ്ങനെ ചരിത്രം വളച്ചൊടിച്ച് മറ്റൊരു തരത്തിലേക്ക് മാറ്റുമ്പോഴാണ് ഇവിടെ വർഗീയമായ ചേരിതിരിവ് വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നത്. കാരണം ചരിത്രം ഒരിടത്ത് നിൽക്കുന്നു, അതിനെ വളച്ചൊടിക്കുന്നവർ വേറെടുത്ത് നിൽക്കുന്നു. വളച്ചൊടിക്കുന്നവർക്ക് ഗീജയെ പറയാനായിട്ട് ഒരു കൂട്ടർ. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് എന്തിൻ്റെ പേരില്ല? ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് ഇതുപോലൊരു സത്യത്തിൻ്റെ മൂടുപടം അവിടെ വാരി വെതറിയതിൻ്റെ പേരിലാണ്. ജോസഫ് മാഷ് അല്ല അദ്ദേഹം ചോദ്യം ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കഥാകൃത്ത്. അതൊരു മുസ്ലിമാണ്. അയാൾ എഴുതിയതായ, അയാളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, അയാൾ എഴുതിയതായ ആ പുസ്തകത്തെ അവിടെ പഠിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് അയാൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ക്വസ്റ്റ്യനായിട്ട് അതിനകത്തിട്ടു. ഇതിൻ്റെ പേരിലാണ് എന്തുണ്ടായത്? ഈ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അതിന് ഒരു 99% കത്തോലിക്ക സഭയ്ക്ക് ആ ജോസഫ് മാഷിനെ തള്ളിപ്പറഞ്ഞതിൽ പങ്ക് ഉണ്ട് ആ കുറ്റകൃത്യത്തിൽ. അതിനുശേഷം കത്തോലിക്ക സഭ മാത്രമല്ല, കേരളത്തിലെ ഒരു ക്രിസ്തീയ സഭയ്ക്കും പിന്നെ മനസമാധാനമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഈ സംഭവവാസങ്ങളോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ ഞാൻ പറഞ്ഞു, ഗുജറാത്തിൽ മദ്യനിരോധനമുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ മദ്യം കേരളത്തേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളാണ് ഉള്ളത്, മലയാളികളടക്കം. ഞാനവിടെ ഉണ്ടായിരുന്നപ്പം പല മലയാളികളും അവിടെ താമസിക്കുന്നവർ അത്യാവശ്യം കഴിക്കുന്നവരാണ്.
അപ്പോൾ നമ്മൾ നാട്ടിൽ കേട്ടിട്ടില്ലാത്ത പോലും ഉള്ള ബ്രാൻഡുകളൊക്കെ അവിടെ വിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു മലയാളിയായിട്ടുള്ള അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തോടൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാട്ടിലൊക്കെ എന്ത് കഥ കണ്ടു, ഇവിടെ വേണം ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരങ്ങൾ തന്നെ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ മദ്യത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമായിരിക്കുന്ന ആ ദേവൻറ്റ്യൂ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നൊക്കെ ഈ സാധനങ്ങൾ ഇഷ്ടം പോലെ അവിടെയോട്ട് കടത്തുന്നു, വ്യാപാരം ചെയ്യുന്നു, അതിന് ഒരു പണം ഉണ്ടാക്കുന്നു. ഇത് അവിടുത്തെ പോലീസ് സംവിധാനത്തിനും ബ്യൂറോക്രാറ്റിക്കുകൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം, മീഡിയാസിന് അറിയാം, എല്ലാവർക്കും അറിയാം. ഇവരെല്ലാം കഴിക്കുന്നതാണ് പലരും, പരസ്യമായിട്ടല്ല രഹസ്യമായിട്ടാണെന്ന് മാത്രം. അപ്പം അവിടെ ബിസിനസ്സിന് ആണ്. അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വലിയൊരു അന്തരം ഗുജറാത്തിലുണ്ട്. അതില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ജാതീയമായ ചില വേർതിരിവുകളുണ്ട്. ഇപ്പോൾ മണിപ്പൂർ വിഷയം പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഒരു കൾച്ചർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മണിപ്പൂർ വിഷയത്തിൽ വലിയ പ്രചരണം. കേരളത്തിൽ ക്രിസ്ത്യാനികളെ മുഴുവൻ മണിപ്പൂർ കൊന്നൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽ ഒക്കെ നടത്തുന്നതിൻ്റെ ഒരു കാരണം അതാണ്. കാരണം ഇവിടുന്ന് പുറത്ത് പോകാത്തവർക്ക് നേരാന്ന് വിചാരിക്കും. ഗുജറാത്ത് അവിടെ ഒരുപാട് ജാതികളുണ്ട്. പട്ടേലന്മാരുണ്ട്, അതുപോലെ തന്നെ പണ്ഡിറ്റുകളുണ്ട്, അതുപോലെ പാണ്ഡ്യ എന്ന് പറയുന്ന വിഭാഗമുണ്ട്, ഷായുണ്ട്, അങ്ങനെ ഒരുപാട് അനേക സിന്ധികളുണ്ട്, അതുപോലെ സോളങ്കി, പർമാർ, മക്വാൻ, ഇങ്ങനെ ഒത്തിരി ജാതികളുണ്ട്. ഇതിനകത്ത് സോളങ്കി എന്ന് പറയുന്ന ജാതിയിൽ പെട്ട ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിലാണ് ഞാൻ അവിടെ ഒരു 1.5 വർഷത്തോളം താമസിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു പർമാർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ താമസിച്ചു. ഒരു മക്വാൻ എന്ന് പറയുന്നത്. ഈ 3 കൂട്ടരും ഹിന്ദുക്കളാണ്. പക്ഷേ തൊട്ടടുത്ത് താമസിക്കുന്ന സൊസൈറ്റിയിലുള്ള പർമാറും മക്വാനും സോളങ്കിയും ഇവരൊക്കെ ക്രിസ്ത്യാനികളാണ്. അപ്പം അവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഈ ഇദ്ദേഹത്തിൻ്റെ, അതായത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ ഉടമസ്ഥനായൊരു സോളങ്കിയാണ്, നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള സോളങ്കി വിഭാഗത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ കശപിശയുണ്ടായി. ഉണ്ടായിരുന്ന റിയാദ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ്. അപ്പോൾ പുള്ളി ഇവിടുന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കാൻ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും. പുള്ളിയുടെ വൈഫ് കടന്നുകൊണ്ട് പറഞ്ഞു വേണ്ട ചോദിക്കണ്ട. അപ്പോൾ എന്താ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെയുള്ള സോളങ്കി ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ അയാൾ ക്രിസ്ത്യാനിയാണ്. അവിടെ ഇഷ്യൂ ഉണ്ടായത് പർമാർ എന്ന് പറയുന്ന ഒരു മറ്റൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ഈ സോളങ്കി പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ചോദിക്കാൻ ചെല്ലുന്നവരാണ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ഹിന്ദു ആയിട്ടുള്ള സോളങ്കി ആ ക്രിസ്ത്യാനിയായിട്ടുള്ള സോളങ്കിയെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കുന്ന ആരായിരിക്കും? ചിലപ്പം അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ്, പർമാറിൻ്റെ റിലേറ്റീവ്സ് ഹിന്ദു ആയിരിക്കും, അയാളായിരിക്കും. അന്ന് ഞാൻ ചോദിച്ചു, എടാ അത് അവർ 2 കൂട്ടരും ക്രിസ്ത്യാനിയല്ലേ, അപ്പോൾ അത് പറ്റിയില്ല, ഞങ്ങളുടെ സമുദായം എന്ന് പറയുന്നത് ഞങ്ങൾ സോളങ്കികളാണ്. അതിപ്പോൾ അദ്ദേഹം ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചു പോയി, പക്ഷേ ഞങ്ങളുടെ സമുദായം ഇതാണ്. മറ്റവരുടെ പർമാറ അയാൾക്ക് വേണ്ടി അയാളുടെ റിലേറ്റീവ്സ് സംസാരിക്കാൻ വന്നിട്ടുണ്ടല്ലോ. കലഹത്തിലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ തർക്കങ്ങൾ തീർക്കാൻ വേണ്ടി 2 കൂട്ടത്തിൽ നിന്നും വന്ന് അതാത് സമുദായത്തിൽപ്പെട്ടവരാണ്. അവർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്. ഇത് തന്നെയാണ് മണിപ്പൂരിലും. മെതേദി എന്ന് പറയുന്ന വിഭാഗത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്, കുക്കിയിലും ഉണ്ട്. കൂടിയും കുറഞ്ഞു ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. മെതേദിക്കകത്ത് കുറച്ച് മുസ്ലിംസ് കൂടിയുണ്ട്. പക്ഷേ ഇവർ വരുമ്പോഴത്തേന് ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു വിഭാഗത്തിൽ നിൽക്കും. മെതേദി എന്ന് പറയുന്ന വിഭാഗത്തിൽ നിൽക്കുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിംസും ഒരുമിച്ച് നിൽക്കുമ്പോൾ കുക്കിയിലുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ചായിട്ട് നിൽക്കും. ഇത് തിരിച്ചറിയാതെയാണ് ഈ മണിപ്പൂരി മുഴുവൻ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുക എന്ന് പറയുന്നത്. ഒരു പരിധി വരെയും ജാതീയ സംഘർഷങ്ങൾക്കകത്ത് സർക്കാർ അവിടെ തലയിടുക എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. അടിച്ചൊതുക്കുക എന്നൊക്കെ നമുക്ക് പറയാം, ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ അത് സാധിക്കണമെന്നില്ല. ഗുജറാത്ത് പോലെ നിരന്ന് കിടക്കുന്ന ഒരു പ്രദേശമൊന്നും അല്ല ഈ പറയുന്ന മണിപ്പൂർ. ഗുജറാത്തിൽ ജാതീയപരമായിട്ടുള്ള ആ ഒരു ഇപ്പം ചില പ്രദേശത്തേക്ക് ചെല്ലുമ്പോഴത്തേനും സോളങ്കി വിഭാഗത്തിൽപ്പെട്ടവരും പർമാർ വിഭാഗത്തിൽപ്പെട്ടവരും മക്വാൻ വിഭാഗത്തിൽപ്പെട്ടവരും പട്ടേൽ വിഭാഗത്തിൽപ്പെട്ടവരും ബ്രാഹ്മിൺസായിട്ടുള്ള പാണ്ഡ്യ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരും ഇങ്ങനെയുള്ള കുറേ ഒത്തിരിയുണ്ട്. ഇവരെല്ലാം അതുപോലെ തന്നെ എന്താ പറയുക, അവിടെ അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ മേത്താസ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെല്ലാം സെപ്പറേറ്റ് സൊസൈറ്റികളായിട്ടായിരിക്കും താമസിക്കുന്നത്. ഇതിനകത്ത് ചുരുക്കമായിട്ട് പട്ടേൽ ഭാഗത്ത് ചുരുക്കം ചില മുസ്ലിംസും ഉണ്ട്, അതുപോലെ വളരെ വിരലിലുണ്ടാകുന്ന കുറച്ച് ക്രിസ്ത്യൻസും ഒക്കെ ഉണ്ട്. പക്ഷേ പട്ടേൽ ഭാഗത്തിന് ഇഷ്യൂ വന്നാൽ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കാറുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു രീതി. അപ്പം ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു കാസ്റ്റാണ്. അപ്പോൾ ആ മോദിജിയുടെ ജാതിയിൽപ്പെട്ടവർ OBC വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവർ വേറെ രീതിയിലതെ. പക്ഷേ ഇവരെല്ലാം ഒരു കാലത്ത് ഒരു ക്ലബ്ബ് ജയിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് മോദിക്ക് പിന്നീട് 2002 ശേഷം ഈ കലാപത്തിന് ശേഷം ഹിന്ദു എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കുറച്ചൊക്കെ മാറ്റാൻ പറ്റും. അത് സത്യമാണ്. അതുകൊണ്ടൊരു കാര്യം ഉണ്ടായി, പിന്നീട് കലാപം ഉണ്ടായില്ല. അപ്പോൾ ലോക ചരിത്രത്തിൽ എവിടെ നോക്കിയാലും
ഈ മുസ്ലിങ്ങൾക്ക് മതത്തിൻ്റെ പേര് ചൊറിയുക, മറ്റുള്ളവരെ മാന്തുക, അവർ തല്ലുമ്പോൾ അയ്യോ ഞങ്ങളെ തല്ലി എന്ന് പറഞ്ഞ് കയറുക എന്നൊരു സ്വഭാവം എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നാഗ്പൂരിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് എന്താണ്? അവിടെ ഇല്ലാത്തൊരു സംഭവം പ്രചരിപ്പിച്ചു, പ്രശ്നമുണ്ടായി, തല്ലി മേടിച്ചപ്പോൾ അയ്യോ അയ്യോ എന്ന് പറയും. പിന്നെ കഴിഞ്ഞ ദിവസം ഹോളിയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ഇവർ മനഃപൂർവ്വമായിട്ട് ഹോളി ആഘോഷം അവിടെ ഒരു വലിയ സംഭവമാണ്. അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഹോളിയൊക്കെ ആഘോഷിക്കും. പക്ഷേ മുസ്ലിംസിൻ്റെ ഒരു ഭാഗം ആളുകൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് നടന്നു പോകുള്ളൂ. അവിടെ അദ്ദേഹത്ത് ഈ തിരക്കിനിടയ്ക്കൂടെ അവർ മനഃപൂർവ്വം നടന്നു പോകാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുണ്ടായത് നടിയാതെ ഞാൻ കണ്ടിട്ടുള്ള. എന്നാൽ ഇതേ പ്രദേശത്ത് തന്നെ ഹിന്ദുക്കളുടെ കടകളിലും മുസ്ലിങ്ങളുടെ കടകളിലും മറ്റെല്ലായിടത്തും കയറി ഈ ധൂക്കുറ്റിയല്ല എന്ന് പറയുന്ന ഒരു ചെറിയ കുന്തിരിക്കേട്ട് ഇങ്ങനെ വീശി അവരുടെ കയ്യിൽ മയിൽപ്പീലിയും കാണും. കുറച്ച് മുസ്ലിംസ് ഉണ്ട് അങ്ങനത്തെ ആളുകൾ, ഈ ഷിയാബാദിൽപ്പെട്ടവരാന്ന് തോന്നുന്നു. അവരിങ്ങനെ വന്നുവെച്ച് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന വിഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഫോട്ടോസിൻ്റെയും ഒക്കെ അടുത്തൊന്ന് ഇങ്ങനെ അത് വീശിയിട്ട് അവർ കൈനീട്ടും. നീ മുസ്ലിം ആയതുകൊണ്ട് ഹിന്ദുവായി ഞാൻ പൈസ തരുന്നു അവിടെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവരപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു 1 രൂപയോ 2 രൂപയോ 5 രൂപയോ ഒക്കെ എടുത്ത് ആ കടയുടെ പ്രൗഢി അനുസരിച്ച് കൊടുക്കും. അത് മിക്കവാറും എല്ലാ ദിവസവും ഒരാൾ ഇന്ന് വന്നാൽ അടുത്ത ദിവസം വേറൊരാൾ വരും, ഇങ്ങനെ വരും. അപ്പോൾ ഇവർ ഒക്കെ മുസ്ലിങ്ങളെ അവിടുത്തെ ഹിന്ദുക്കളും ഏതാണ്ട് അന്യഗ്രഹ ജീവി പോലെയാണ് കാണുന്നതെങ്കിൽ ഇവർ ആരെങ്കിലും കടയ്ക്കകത്ത് കയറ്റുമോ? കയറ്റത്തില്ല, ഇല്ല. പക്ഷേ ഇവർ താമസിക്കുന്ന ഈ ഫുഡ് എന്ന് പറയുന്നത് മത്സ്യമാംസാദികൾ കൂടുതൽ കഴിക്കുന്ന ഒരു വശത്തും വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർ വേറെ വശത്തും പിന്നെ ജാതീയപരമായിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഒത്തിരി ആചാരാനുഷ്ഠാനങ്ങളിലും മറ്റു രീതികൾക്കുള്ള വ്യത്യാസത്തിന് വേണ്ടി ഇവരെല്ലാം സൊസൈറ്റി ആയിട്ട് സെപ്പറേറ്റ് താമസിക്കുമെന്ന് മാത്രമല്ല, അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഗല്ലികളിലേക്ക് ചെല്ലുമ്പോൾ അവർ റിയാക്ട് ചെയ്യുന്ന വേറെ രീതിയിലായിരുന്നു. വളരെ റൂഡായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ടയർ കടയിലെ കംപ്രസർ നന്നാക്കാനായിട്ട് ഒരിക്കൽ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ പോയി. അത് ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ വന്ന് സാധനം തന്നേര് ഞങ്ങൾ നന്നാക്കിക്കൊണ്ട് വന്നേക്കാം. അഹമ്മദാബാദ് ലാൽ ദർവാജയിൽ ഒരു ഗള്ളിക്കകത്ത അവർ പോയി നന്നാക്കി കൊണ്ടുവന്ന സാധനം തന്നെ നമ്മൾ കാശും കൊടുത്തു തിരിച്ചു പോകുന്നു. നമ്മളവർ കയറ്റിയില്ല. കാരണം അവർക്ക് നമ്മൾ മറ്റൊരു സമുദായത്തിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് അവരെ കയറ്റിയില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും അതുണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ ഇഷ്ടംപോലെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, യു പിയിൽ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കലാപങ്ങളെയൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് ഒരു വിഭാഗം മാത്രം ഇരയായിട്ട് കണക്കാക്കി മറ്റൊരു വിഭാഗത്തെ കുറ്റവാളികളായിട്ട് കണക്കാക്കി മാത്രമൊക്കെ സിനിമയൊക്കെ ഇറക്കുമ്പോൾ ചരിത്രത്തോട് അത് നീതി പുലർത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രതികരണങ്ങളുണ്ടാകും. പിന്നെ യാക്കോബായ സഭയിലെയും മെത്രാൻകക്ഷിയിലെയും 2 മെത്രാപ്പൊലീത്തന്മാരുടെ അഭിപ്രായങ്ങളും ഞാൻ കേട്ടു. അതിനകത്ത് തൃശ്ശൂരിൻ്റെ മെത്രാൻകക്ഷി വിഭാഗത്തിൻ്റെ മെത്രാൻ ഇത് പറയാൻ യോഗ്യനാണ്. എന്താണെന്നറിയോ? ആവിഷ്കാര സ്വാതന്ത്ര്യവും സത്യവും നീതിയൊക്കെ പറയാൻ അദ്ദേഹം വളരെ യോഗ്യനാണ്. 1995 യാക്കോബായ സുറിയാനി സഭ കേസ് സുപ്രീം കോടതിയിൽ തോൽക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാളാണ്. യൂദാസ്കറിയാത്താവിനെ യഹൂദ പ്രമാണിമാർ വിലക്കെടുത്തത് 30 വെള്ളിക്കാശിനാണ്. യാക്കോബായ സഭ കൊടുത്തതായ പണവും രേഖകളും എല്ലാമായിട്ട് മറുവശത്തേക്ക് ചാടിപ്പോവുകയും 95 കേസ് തോൽപ്പിച്ച് ഇന്ന് വരെയും അതിൻ്റെ ആഘാതത്തിൽ നിന്ന് യാക്കോബായ സഭ രക്ഷപ്പെടാത്ത വിധത്തിൽ ആക്കി തീർക്കുകയും ചെയ്തിട്ട് അന്ന് യാക്കോബായ സുറിയാനി സഭ പഠിപ്പിച്ചു. കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ പഠിപ്പിച്ചു. അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ അധിപതിയായിരുന്ന കാലം ചെയ്ത സക്കാപ്രഥമൻ ബാവയുടെ അരമനയിൽ താമസിച്ച് അദ്ദേഹത്തിന് ചില ഉറങ്ങിയും പട്ടമേറ്റ് വന്നു. അവിടുന്ന് കൊടുത്തുവിട്ട പൗരോഹിത്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് കൊടുത്തുവിട്ടത് ചുവന്ന കുപ്പായം. ഈ ചുവന്ന കുപ്പായം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഏദോമിൽ നിന്ന് ചെങ്കുപ്പായം ധരിച്ചു വരുന്ന ഇവനാരെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയും ആ യേശുക്രിസ്തു അപമാനിക്കപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്ന ചുവന്ന കുപ്പായം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പിൻപറ്റുന്നവനെന്നുള്ള രീതിയിലാണ് യാക്കോബായ സഭ ഈ ചുവന്ന കുപ്പായം മേൽപ്പെട്ടക്കാർക്ക് കൊടുക്കുന്നത്. അത് അപമാനത്തിൻ്റെ അടയാളമായിട്ട് ക്രിസ്തുവിനെ പ്രതി അഭിമാനമായിട്ട് സ്വീകരിക്കുന്നതാണ്. അതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് കാവ്യോ വേറെ ആണ്ടൊക്കെയോ ആയിട്ടുള്ള കുറേ വേഷങ്ങളും ധരിച്ച് പുള്ളി അവിടെ ഇരിപ്പുണ്ട്. ആ പുള്ളിക്ക് എന്താ പറയുന്നത്, ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ചിന്താഗതികളുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ പുള്ളിക്ക് ആവലാതിയാണ്, ഭയങ്കര വിഷമമാണ്.
ചെഗുവേരയും യേശുക്രിസ്തുവും എനിക്ക് ഒരുപോലെയാണെന്ന് പറഞ്ഞൊരു മെത്രാൻ യാക്കോബായ സഭയ്ക്കുണ്ട്. അദ്ദേഹവും ക്രിസ്ത്യാനിക്കൊരു ദോഷം വരുന്നതോ ക്രിസ്ത്യാനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നതോ ആയ കാര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ലെങ്കിലും അതിനു വേണ്ടി ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിഭയങ്കരമായ പ്രതികരണം നടത്തും. അദ്ദേഹത്തോടും കൂടി എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഗോദ്ര സംഭവം, ഗോദ്രയിലുണ്ടായ 2002 ഫെബ്രുവരി 27 കലാപം, 27 ട്രെയിനിൻ്റെ തീവപ്പാണ് കലാപത്തിൻ്റെ കാരണം. ഒരു ഓണം വരാനൊരു മൂലം വേണം. ആ മൂല കാരണം കൂടെ പറഞ്ഞിട്ടായിരുന്നു ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ പറ്റിയേനെ. പക്ഷേ പൃഥ്വിരാജ സുകുമാരൻ എന്നും ഒരു സാത്താനിക് വേർഷൻ്റെ ആളാണ്. അദ്ദേഹം എന്നും ക്രിസ്ത്യൻ വിരോധമായി, ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾക്ക് വിരോധമായി ആ വചനങ്ങളെ പൈശാചികമായിട്ട് മാറ്റി എഴുതിക്കൊണ്ട് സിനിമ അഭിനയിക്കുകയും സിനിമ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഇന്നല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ എവിടെയൊക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സിനിമ ഇറക്കുമോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അനേക ആളുകളുണ്ട്, പ്രത്യേകിച്ച് പൃഥ്വിരാജ്. അതുപോലെ കേരളത്തിൽ ക്രിസ്ത്യാനികളെ അപമാനിക്കുന്ന വിധത്തിലുള്ള ധാരാളം, ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും ക്രിസ്തുമത ചിഹ്നങ്ങളെയും ഒക്കെ അപമാനിക്കുന്ന വിധത്തിൽ ധാരാളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയ്ക്കകത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാഖിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട സ്ഥലത്തു നിന്ന് അവിടുത്തെ രക്ഷകനായിട്ട് വരുന്നത് പിശാച്, ലൂസിഫർ എന്നൊരു വേർഡ് മലയാളം വേർഷനകത്ത്, കിങ് ജെയിംസ് വേർഷനകത്ത് മാത്രമേ ഉള്ളൂ. അരുണോദയപുത്രനായ ശുക്രൻ എന്നാണ് മലയാളത്തിൽ പറഞ്ഞേക്കുന്നത്. സാത്താൻ എന്നാണ് അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിശാച് സാത്താൻ എന്നൊക്കെ. എന്തായിക്കൊള്ളട്ടെ, പൊതുവെ ലൂസിഫർ എന്ന് പറയുന്നത് സാത്താൻ്റെ വേറൊരു പേരായിട്ടാണല്ലോ കണക്കാക്കുന്നത്, ദൈവത്തോട് എതിരിടുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. അവൻ വന്നിട്ട് കുരിശിനെ താഴെയിട്ട് ഒടിച്ച് ആ കുരിശിൻ്റെ ഒരു ഭാഗം എല്ലായിട്ട്, ലൂസിഫറിൻ്റെ എല്ലായിട്ട് ചിത്രീകരിക്കുന്നു. എൻ്റെ പൊന്നു പൃഥ്വിരാജ് സുകുമാര, മോഹൻലാലെ, മുരളി ഗോപി, ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യൻ വിരോധികളും ഒരു കാര്യം മനസ്സിലാക്കുക. നസ്രാനായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ വാഗ്ദാനം ഇതിലൊന്നും ഒഴുകിപ്പോകുന്നതല്ല. ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഇതിലൊന്നും ഒഴുകിപ്പോകുന്നതല്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തെ പറയുമ്പോൾ ഞങ്ങൾക്ക് വികാരം വ്രണം അങ്ങോട്ട് പൊട്ടി ഒഴുകി ഞങ്ങൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി മിണ്ടടക്കുന്നില്ല. കാരണം ഞങ്ങളെ വിമർശിക്കുന്നതിനനുസരിച്ച് ആശയം കൊണ്ട് നേരിട്ട് മറുപടി പറയാൻ ക്രിസ്ത്യാനിക്ക് നല്ല കട്ട്സ് ഉണ്ട്. അതിന് കഴിവുള്ള അനേകർ ക്രിസ്തീയ വിശ്വാസത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും വിഷയമൊന്നുമില്ല. അതില്ലാത്തവരാണ് എന്ത് പറയുന്നത്, ഞങ്ങളുടെ പ്രവാചകനെ പറഞ്ഞാൽ, ഞങ്ങളുടെ മതത്തെ പറഞ്ഞാൽ, ഞങ്ങളുടെ പുസ്തകത്തെ പറഞ്ഞാൽ, ഞങ്ങളുടെ ദൈവത്തെ പറഞ്ഞാൽ കൊല്ലും എന്ന് പറയുന്നത്. അതില്ലാത്തവരാണ്. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിനിമ ഇറക്കുന്നവരും പിശാചിനെ ദൈവത്തിനേക്കാൾ മേളിൽ കൊണ്ട് ഇരുത്തിക്കൊണ്ട് പറയുന്നവരും ഒക്കെ വിചാരിക്കുക, ക്രിസ്തീയ വിശ്വാസം ലോകത്തെവിടെ വളരുന്നു അവിടെയൊക്കെ അവർക്ക് പീഡകളുണ്ടായിട്ടുണ്ട്. പീഡകളുണ്ടായിട്ടുള്ള എല്ലാ ദേശവും ക്രിസ്തീയ വിശ്വാസം വളരും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യൂറോപ്പിലൊരു കാലത്ത് പള്ളിയിൽ പോകാൻ ആളില്ലായിരുന്നു. ഒരു കാലത്ത് അവിടെ മറ്റു തരത്തിലുള്ള ആരാധന രീതികളൊന്നുമില്ല. എല്ലാവരും തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ആഘോഷിക്കുക എന്ന രീതിയിലേക്ക് ആർഭാടത്തിൽ മാറിപ്പോയിരുന്നു. പക്ഷേ അവിടെ ഒരു അടി കിട്ടിയപ്പോൾ യൂറോപ്പിലെ യുവജനങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ശക്തിയോടെ വരുന്ന കാഴ്ച ലോകം മുഴുവൻ കണ്ടു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ലോകത്ത് വലത് രാഷ്ട്രീയ സംഘടനകൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ശക്തി പ്രാപിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് എനിക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ഞാൻ ഉണർന്ന് പ്രവർത്തിക്കാറുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങുന്നവനായിരിക്കും. അതുകൊണ്ട് പൃഥ്വിരാജ സുകുമാരൻ്റെ ആ സിനിമയെക്കുറിച്ചുള്ള വിമർശനങ്ങളിൽ 100% സത്യമുണ്ട്. കാരണം ഗോദ്ര തീവെപ്പിനോടനുബന്ധിച്ചുണ്ടായ കലാപം, ആ കലാപത്തെ ഒരു ഭാഗത്തെ ഗ്ലോറിഫൈയും മറ്റൊരു ഭാഗത്തെ താഴ്ത്തി കെട്ടി കാണിക്കുകയും ചെയ്യുന്നതായിട്ട് ചിത്രീകരിച്ചത് തന്നെയാണ് ഈ വിഷയത്തിൻ്റെ കാരണം. വെറുതെ ഇരുന്നവൻ്റെ നെഞ്ഞത്തോട്ട് ഓടി വന്ന് കയറുന്നതല്ല ഗുജറാത്തിലെ കലാപകാരികളാരും. അവിടെ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസിൻ്റെ അവർ വൈകാരികമായി പ്രതികരിച്ചു. ഔറംഗസേബ് എന്ന് പറയുന്ന ഈ രാജ്യദ്രോഹിയായ ഒരു മനുഷ്യൻ്റെ കബറിടം കുത്തിപ്പൊളിക്കുമെന്ന് ആരാണ്ടൊന്നും എവിടെയോ പൊളിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ കൂടി വന്നിട്ട് നാഗ്പൂരി കാണിച്ചു കൂട്ടിയത് എന്താണ്, ഖുറാൻ കത്തിച്ചു എന്ന് വരെ പറഞ്ഞുകൊണ്ട് അവിടെ കലാപം ഉണ്ടാക്കിയെടുത്തു. ആരാ ഇത് ചെയ്തത്? നാളെ ഇനിയിപ്പം നാഗപ്പൂർ കലാപത്തെ
അടിച്ചൊതുക്കിയതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ ഇറങ്ങിയാലും നീതീകരിക്കാൻ പറ്റുമോ? അപ്പോൾ കലാപം വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഗോദ്ര എന്ന് പറയുന്ന സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഗുജറാത്തിൽ വ്യാപകമായി വർഗീയ കലാപം ഉണ്ടായത്. ഗോദ്രയ്ക്ക് മുമ്പ് ഗുജറാത്തിൽ വർഗീയ കലാപം ഉണ്ടായില്ല. എന്ന് വെച്ചാൽ സമകാലീനമായിട്ട് 1928 വർഗീയ കലാപം ഗോദ്രയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഹിന്ദു പ്രതിനിധിയായ ഒരു ഷായെ കൊന്നതിൻ്റെ പേരിൽ. അതിനുശേഷം 46-ലും 48-ലും ഒക്കെ ട്രെയിൻ ആക്രമണവും അല്ലാത്ത വിധത്തിലുള്ള കൊലപാതകങ്ങളും ഒക്കെ അവിടെ ധാരാളം നടന്നിട്ടുണ്ട്. ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഈ ചരിത്രത്തെ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് വളച്ചൊടിക്കരുത്. നമ്മുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മാറ്റിയൊക്കെ കുറച്ചൊക്കെ വ്യത്യാസമൊക്കെ വരുന്നത്. ഇപ്പോൾ ഞാൻ വളരെ പറഞ്ഞു കഴിഞ്ഞാൽ വടക്കും വീരഗാഥയ്ക്കകത്ത് ആ കഥാകൃത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചന്തു എന്ന് പറയുന്ന കഥാപാത്രം നീതിമാനായിട്ട് ചിത്രീകരിച്ചു. ആരെങ്കിലും എതിർത്ത് പറഞ്ഞു? ഇല്ല. പക്ഷേ 1921 എന്ന് പറയുന്ന സിനിമ ഇറക്കിയപ്പോഴും അന്ന് മുറിവുറുപ്പ് ചെറിയ രീതിയിലൊക്കെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും 1921 എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പറഞ്ഞത് പലതും ശരിയല്ല എന്ന് നിരൂപിക്കാൻ നമുക്ക് പിന്നീട് കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പം തുർക്കിയിലൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തുർക്കിയിലെ സുൽത്താനെ അവിടെ ബ്രിട്ടീഷ് പട്ടാളം പുറത്താക്കിയപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ തല്ലി മേടിച്ചു കൊടുത്ത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. എന്നിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്യരുത്. അടിച്ചൊതുക്കിയപ്പോൾ അതിനെ അയ്യോ ഞങ്ങളുടെ അവകാശത്തെ അടിച്ചൊതുക്കി എന്ന് പറഞ്ഞ് കരയരുത്. അപ്പോൾ എവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ കയറി ചൊറിയുകയും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മാന്തുകയും ചെയ്യുമ്പോൾ മാന്തു കൊണ്ടവൻ്റെ ദേഹം വേദനിക്കുമ്പോൾ അവൻ റിയാക്ട് ചെയ്യും, അവൻ തിരിച്ചടിക്കുമ്പോൾ ഉടനെ അയ്യോ ഞങ്ങൾക്ക് ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും ഒക്കെ അവകാശം തുല്യമാണ്. ഗോദ്രയെ കൊല്ലപ്പെട്ടതും മനുഷ്യരാണ്, ഗുജറാത്തിലെ വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടതും മനുഷ്യരാണ് എന്ന് ചിന്തിക്കാൻ കഴിയണം. ഗോദ്രയിൽ എന്തിൻ്റെ പേര് കൊന്നു? അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആക്ഷനായിട്ടാണ് ബാക്കി നടന്ന വർഗീയ കലാപം. അവിടെ ഒരു കൂട്ടർ മാത്രമല്ല കൊല്ലപ്പെട്ടു, അല്ലാത്തവരും കൊല്ലപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മതത്തിൻ്റെ പേര്. അല്ലാതെ അതിന് മുമ്പത്തെ ഉള്ള ഒരു അയലക്ക വഴക്കിൻ്റെ പേരിലല്ലല്ലോ, മതത്തിൻ്റെ പരിധിയിലാണ് അവിടെ സബർമതി എക്സ്പ്രസ്സിന് തീ വയ്ക്കപ്പെട്ടതും അതിനോടനുബന്ധിച്ച് നടന്ന വൈകാരികമായ വിലാപയാത്രയും ആ വിലാപയാത്രയ്ക്ക് ശേഷം പിന്നെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. കേരളത്തിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെ ഒരറ്റത്തും തുടങ്ങി മറ്ററ്റത്തേക്ക് തീർക്കുമ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ ഒരു 5-6 മാസം മുമ്പ് മാത്രം അധികാരത്തിൽ കയറിയ ഒരു മുഖ്യമന്ത്രി OBC വിവാദത്തിൽ ഉണ്ടായിരുന്ന നരേന്ദ്രമോദിജി ഒറ്റയ്ക്ക് നിരൂപിച്ചാൽ, അല്ലെങ്കിൽ അമിത്ഷാ അന്ന് കൂടെ ഉണ്ടായിരുന്ന അമിത്ഷാ മാത്രം നിരൂപിച്ചാൽ ഉണ്ടാകുന്നൊരു സംഭവമല്ല അവിടുത്തെ വർഗീയ കലാപം. അവിടുത്തെ ജാതി സമവാക്യങ്ങളും അന്നത്തെ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ BJPക്കകത്ത് തന്നെ ഉണ്ടായിരുന്ന അന്തചിത്രങ്ങളും തിരിച്ചറിയാത്തവരേ അത് പറയുള്ളൂ, അല്ലാത്തൊരു പറയില്ല. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ കേരളം പോലെ ഏതാണ്ട് 90% രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അതായത് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും കൈകളിലിരിക്കുന്ന വിധത്തിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, പോരാത്തതിന് മതവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഇവിടുന്ന് പറയുക കേരളത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി തമിഴ്നാട്ടിലേക്ക് വാളയാർ കടന്നു പോകാത്തവരുമായിട്ടുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം ഇത്തരം ദുർപ്രചാരണങ്ങൾക്ക് ഇവിടെ വലിയ മാർക്കറ്റുണ്ടാകും. പക്ഷെ സത്യം അറിയണമെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് കുറച്ചിറങ്ങണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.